ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ കാണാം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ഇടിയപ്പമാണ്. വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ എങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ചിലവരൊക്കെ ഇപ്പോഴും കമൻറ്റിലൊക്കെ കാണാം പിന്നെ ഇടിയപ്പം ഭയങ്കര സോഫ്റ്റ് അല്ലാതെയാണ് കിട്ടുന്നത്, ഭയങ്കര ഹാർഡായിട്ടാണ് കിട്ടുന്നതെന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഇടിയപ്പത്തിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ തിളച്ച വെള്ളമോ അല്ലെങ്കിൽ നന്നായി തണുത്ത വെള്ളം ഒഴിക്കാതെ ഒരു ഇളം ചൂട്, അതായത് കൈ വെച്ചാൽ നമുക്ക് പൊള്ളുന്ന രീതിക്കുള്ളൊരു ചൂട്, അത്രയും ചൂടാക്കിയിട്ട് നമുക്ക് നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള പൊടി ഉണ്ടല്ലോ, നമ്മൾ അരിപ്പൊടി ആദ്യം ഒന്ന് തരിച്ചെടുക്കണം. അതിന് ശേഷം അതിൽ കട്ടകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ചൂടുവെള്ളം നമുക്കതിലോട്ട് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിവം. ഇനി നമ്മൾ കൈവച്ചൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം അച്ചിലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ പീച്ചിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ഇടിയപ്പം തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ രാവിലത്തെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ എന്താ ചോറിന് അരി അടുപ്പത്തിടുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചോറിന് അരി അടുപ്പത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ക്ലീനിങ് പരിപാടിക്കും ഒക്കെ എല്ലാം ധൈര്യമായിട്ട് നിൽക്കുകയും ചെയ്യാം. അതൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ചോറ് തിളച്ച് വരികയും ചെയ്യും. അപ്പോൾ ആ ചോറിൻ്റെ കൂടെ തന്നെ വെള്ളം തിളപ്പിക്കാനുള്ളത് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ജീരകം ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിക്കൽ. എത്ര വെള്ളം തിളപ്പിച്ചിട്ടും കാര്യമില്ല, അവർ കാണാതെ പച്ചവെള്ളമാണ് കേട്ടോ മക്കളെടുത്ത് കുടിക്കുക. ഞാൻ കണ്ടെങ്കിൽ മാത്രം തിളപ്പിച്ച വെള്ളം അവർ കുടിക്കും. ഇന്നിപ്പോൾ ഞാൻ കറി വെക്കുന്നത് ചിരങ്ങയാണ് കേട്ടോ. ചിരങ്ങ താളിച്ചെടുക്കുകയാണ്. അപ്പോൾ ലേശം വെള്ളം ഒഴിക്കുക, അതുപോലെ തന്നെ ലേശം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ 2-3 പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. പിന്നെ നന്നായി വെന്ത് കഴിഞ്ഞാൽ പിന്നെ താളിച്ചെടുക്കുക, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. മക്കൾക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇതിലോട്ട് സൈഡ് ഡിഷായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് പയറുപ്പേരിയാണ് കേട്ടോ. പയറുപ്പേരി പലരും പല രീതിയിലാണല്ലോ വെക്കാറ്. ആദ്യം ലേശം വെള്ളത്തിൽ വേവിച്ച് പിന്നെ അത് തൂമിച്ചെടുക്കുകയും ചെയ്യും. പിന്നെ ഞാനിവിടെ ചെയ്യാറ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചെറുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. അതിന് ശേഷം ഞാൻ അതിലോട്ട് ഉണക്കമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത ശേഷം കഴുകി ക്ലീനാക്കി എടുത്തിട്ടില്ല നമ്മളെ പയറുണ്ടല്ലോ, അത് ഇതിലോട്ടാണ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ആദ്യം ഞാനും ഇങ്ങനെ വെള്ളത്തിൽ ആദ്യം വേവിച്ച് തൂമിച്ചെടുക്കാണ്ട് ചെയ്തിരുന്നത്. പിന്നെ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തോന്നി. അപ്പോൾ പിന്നെ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ. ഉപ്പേരി കരിഞ്ഞ് പോകുന്നുള്ളൊരു പേടിയും വേണ്ട കേട്ടോ. വെള്ളമില്ലാന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമുണ്ടാവില്ല. മൂടി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇന്ന് വൈകുന്നേരത്ത് ഞാൻ പയർ പായസം വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ചെറുപയർ അപ്പോൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ശർക്കരപ്പാനി നന്നായി അരിച്ചെടുത്ത് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് പശുവിൻ പാലാണ് ഒഴിക്കുന്നത്. പശുവിൻ പാൽ ഒഴിക്കണമെന്ന് നിർബന്ധമില്ല, തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതി കേട്ടോ. തേങ്ങാപ്പാലാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇവിടെ പയർ കറി വെച്ചാലോ ഉപ്പേരി വെച്ചാലോ ഒന്നും മക്കൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ പായസം വെച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചായക്ക് കടി വേണം. അപ്പോൾ ഇതാ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിലോട്ട് വെജിറ്റബിൾസും അതുപോലെ മുട്ട പൊരിച്ചതൊക്കെ വെച്ചുകൊണ്ട് സാൻഡ്വിച്ച് രൂപത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഉണ്ടാക്കുന്നത് മോനാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചെറുപയർ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ ഒന്നാമത് ഇത് ഹെൽത്തി ആണല്ലോ, നല്ല ഹെൽത്തായിട്ടുള്ള സംഭവമാണ്. ഇത് ഉപ്പേരി വെച്ചാലും കറി വെച്ചാലൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുത്തുമ്പോൾ അവർക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്തായാലും മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് എന്തായാലും അറിയിക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.